കഴിഞ്ഞ 2025-26 സാമ്പത്തിക വർഷത്തിൽ ISROയ്ക്ക് ലഭിച്ചത് ഏതാണ്ട് 13,000 കോടി രൂപയാണ് അനുവദിച്ചത്, ബജറ്റിൽ അനുവദിച്ചത്. കിട്ടിയത് 11,000 കോടി. അതിൽ നിന്ന് 2,000 കോടി വെട്ടി കുറച്ചു. നമ്മൾ ഏറ്റവും കൂടുതൽ ISROയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രോജക്റ്റുകൾ അത് മോണിറ്റർ ചെയ്യുന്ന സമയത്താണ് 2,000 കോടി വെട്ടി കുറച്ചെന്ന് ഓർക്കണം. അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് ഒരു എക്സാൻഡറിൽ വന്നൊരു കുറിപ്പ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ ഈ ഗുഡ്കായും പാനകത്ത് നിന്ന് ആൾക്കാർ കാർക്കിച്ച് തുപ്പുന്നുണ്ടല്ലോ, ആ വൃത്തികേട് മാറ്റാൻ വേണ്ടി റെയിൽവേ കോളാമ്പി വെച്ചു. കോളാമ്പി വെച്ചാൽ സ്പിറ്റിംഗ് പൗച്ചസ്. അതിന് റെയിൽവേ അനുവദിച്ച പൈസ 12,000 കോടിയാണ്. ആ പൈസയാണ് ISROയ്ക്ക് ഒരു വർഷം കൊടുക്കുന്ന തുക. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഗുഡ്ക ചവച്ച് തുപ്പുന്ന കറ മായ്ക്കാൻ വേണ്ടി 12,000 കോടി മുടക്കുന്ന ഇന്ത്യൻ റെയിൽവേ ISROയ്ക്ക് 13,000 അനുവദിക്കുന്നു, 11,000 കോടി അനുവദിക്കുന്നു. ഇങ്ങനെയൊരു സ്ഥാപനത്തിൽ ശാസ്ത്രജ്ഞർ നിൽക്കും എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അതിനൊപ്പം ഉണ്ടായൊരു വലിയൊരു മാറ്റം എന്ന് പറയുന്നത് 2020 ആ കാലത്ത് ഈ സ്പേസ് റിസർച്ച് പ്രൈവറ്റൈസ് ചെയ്തു മോദി സർക്കാർ. പ്രൈവറ്റൈസ് ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് പ്രൈവറ്റ് പ്ലേയേഴ്സ് അതിലേക്ക് വന്നു, പുതിയ സ്റ്റാർട്ടപ്പുകൾ വരുന്നു, വലിയ തോതിൽ പുതിയ കമ്പനികൾ വരുന്നു. സ്വാഭാവികമായും ഈ 13,000 കോടി അനുവദിച്ച് 11,000 കോടി കിട്ടുന്ന ISROയിൽ ആളുകൾ നിൽക്കുമോ? അതല്ല പുതിയ പ്രോജക്റ്റിലേക്ക് പോകുമോ? സ്വാഭാവികമായിട്ടും പ്രൈവറ്റ് കമ്പനികളിലേക്ക് അവർ പോകും. ഇപ്പോൾ പോകുന്ന പോക്കം നോക്കിയപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷത്തിൽ ഏതാണ്ട് 100-300 പേര് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പേര് പോകുന്നത് ISRO പോലുള്ളൊരു വലിയ ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. ആക്ച്വലി മൊത്തം അവരുടെ ഒരു സ്ട്രെങ്ത്തിൻ്റെ 2% ആളുകളാണ് ഈ പോയിട്ടുള്ളത്. ISRO നേരിടുന്ന പ്രതിസന്ധി ആൾ പോകുന്നതിൻ്റെ എണ്ണമല്ല, പോകുന്ന ആളുടെ എക്സ്പീരിയൻസ് ആണ്. അത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് പോകുന്നത്. അതാണ് പ്രശ്നം. അവരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പുതിയ ഫ്രഷേഴ്സിനോട് റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. ഈ പ്രൊജക്റ്റുകളെ ബാധിക്കുന്നു. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഈ സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയില്ലാതെ ഇനി ഇത്തരത്തിലുള്ള വോളണ്ടറി റിട്ടയർമെൻറ്റ് പരിഗണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ കത്തയക്കാനുള്ള കാരണം ഇതാണ്. ഇത് ഇന്ത്യയുടെ ശാസ്ത്ര ഗവേഷണ രംഗം നേരിടുന്ന പ്രതിസന്ധിയുടെ ഒരു തുമ്പാണ്. യഥാർത്ഥ പ്രതിസന്ധി ഇതല്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ റിസർച്ച് മേഖലയ്ക്ക് സർക്കാർ കൊടുക്കുന്ന ഫണ്ട് വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പ്രൈവറ്റ് പ്ലെയേഴ്സ്, പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയും റിസർച്ചും തമ്മിലുള്ള കൊളാബറേഷൻ ഇന്ത്യയിൽ വളരെ ചുരുക്കമാണ്. മറ്റ് രാജ്യങ്ങളിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ഫണ്ട് ചെയ്യുന്നത് ഇൻഡസ്ട്രീസാണ്. കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള റിസർച്ചുകളാണ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുക. ഇവിടെ സർക്കാർ ഫണ്ട് തന്നെ വേണ്ടതും കിട്ടുന്നില്ല, പ്രൈവറ്റ് പ്ലെയേഴ്സിൻ്റെ ഫണ്ട് ഇല്ല എന്ന് തന്നെ പറയാം. ഇതൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, സയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് സ്യൂഡോ സയൻസ് പ്രചരിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ നീക്കമുണ്ട്. നമുക്കറിയാം എന്താണ്, പുരാണങ്ങളിലെ വിമാനങ്ങൾക്ക് ഗോളാന്തര യാത്രകൾ നടത്താൻ കഴിയുമായിരുന്നു എന്ന് പേപ്പർ അവതരിപ്പിച്ചിരുന്നു ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിൽ. ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിൽ കഴിഞ്ഞ 10-12 വർഷമായിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്കറിയാലോ. എല്ലാ വർഷവും കൗതുക വാർത്തകളാണ് ഉണ്ടാവുക. അപ്പോൾ ഈ സ്യൂഡോ സയൻസ് പ്രചരിപ്പിക്കാൻ ഈ വളരെ പയനിയറായിട്ടുള്ള ഇത്തരം സ്ഥാപനങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്യും? സയൻറ്റിസ്റ്റുകൾക്ക് സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാവുമല്ലോ, അവർ സ്വാഭാവികമായിട്ട് നാടുവിടും. അങ്ങനെ വലിയ തോതിൽ ബ്രെയിൻ ഡ്രെയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊന്ന്, ഈ വളരെ സെൻട്രലൈസ്ഡ് ആയിട്ട് തീരുമാനമെടുക്കുന്നൊരു സിസ്റ്റം, കാസ്റ്റ്. ഇതാണ് ഞാൻ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളിൽ ജാതി ഒരു വലിയ യാഥാർത്ഥ്യമാണ്. സൊസൈറ്റിയിൽ ഉള്ളതിനേക്കാൾ കൂടുതലാണ് അവിടെ. നമ്മുടെ IIT-കളിലാവട്ടെ, ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളിലാവട്ടെ, ഭരിക്കുന്നത് ജാതിയാണ്. അപ്പോൾ ഇത് വലിയ തോതിൽ ഡിസ്റപ്ഷൻ ഉണ്ടാകും, ആളുകൾ ഇവിടുന്ന് പോകും. അങ്ങനെ വലിയ തോതിലുള്ള ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് പുറത്തു വന്ന വാർത്തകൾ ഇപ്പോൾ ISRO അങ്ങോട്ട് ഇല്ലാതായിപ്പോൾ അങ്ങനെയൊന്നുമല്ല. ISROയുടെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകളെ അത് ബാധിക്കും. ഇപ്പോൾ ഗഗൻയാൻ ഉടൻ നടക്കുന്നു എന്ന് പറയുന്ന വാർത്തകൾ വരുന്നുണ്ട്. ഗഗൻയാൻ്റെ ഭാഗമായിട്ട് 18 ആളില്ലാ പരീക്ഷണങ്ങൾ നടത്തുന്നതാണ്. അതിൽ ഒരെണ്ണം നടത്തിയിട്ടുള്ളത് അത് തന്നെ ഫെയിലറായിരുന്നു. അതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നതാണ്? ഈ ആളില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. എക്സ്പെർട്ടൈസ് ഉള്ള ആളുകൾ അവിടെ നിന്ന് പോയി എന്നുള്ളതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ മറികടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വശത്ത് പ്രൈവറ്റൈസേഷൻ അനുവദിച്ചു, അവിടേക്ക് ആളുകൾ ധാരാളമായി പോകുന്നു. അതേസമയം പ്രൈവറ്റൈസേഷൻ അനുവദിക്കുമ്പോൾ ISROയെ സംരക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഫണ്ട് ഒന്ന് ഇരട്ടിയാക്കിയെങ്കിലും കൊടുക്കണം. ഇപ്പോൾ ഈ 13,000 കോടി എന്നുള്ളത് 26,000 കോടി ആക്കിയിട്ട് വേണമായിരുന്നു പ്രൈവറ്റൈസ് ചെയ്യാൻ. ആ ഫണ്ട് കൊടുക്കുന്ന 13,000-ൽ തന്നെ 2,000 കോടി കുറച്ചിട്ടാണ് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ISROയ്ക്ക് മരണമണി മുഴക്കമാണ് മോദി സർക്കാർ ചെയ്യുന്നത്.